കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറാണ് കാണിക്കുന്നത്. വേറൊന്നുമല്ല, പംകിൻ വെച്ചിട്ടുള്ള ഒരു ചപ്പാത്തി. ആദ്യം നമുക്ക് അതൊന്ന് വൃത്തിയാക്കി നന്നായിട്ട് കഴുകി ദേ കാണുന്ന പോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ ഗോതമ്പ് മാവിലേക്കാണ് നമ്മൾ ഈ പംകിൻ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഈ പംകിനും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, നന്നായിട്ട് കുഴച്ചെടുക്കുക. വീട്ടിൽ ഡിന്നർ ഇതുപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മത്തങ്ങ ഏറ്റവും നല്ലൊരു സാധനമാണ്. നമുക്കറിയാലോ, ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാഴ്ചയ്ക്കും പ്രതിരോധ ശേഷിക്കും അതുപോലെ നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷനിങ്ങിനും നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കത്തിനും ഒക്കെ പംകിൻ അടിപൊളിയാണ്. പംകിൻ കറി വെച്ച് കൊടുത്താൽ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും. അപ്പോൾ എനിക്കിന്നിവിടെ ഹെൽപ്പിന് കല്യാണിക്കുട്ടിയുണ്ട് ചപ്പാത്തി പരത്തി തരാനും ഓരോന്ന് എടുക്കാനുമായിട്ടൊക്കെ. അപ്പോൾ ഞാൻ അവളും കൂടിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് കറിയായിട്ട് സൈഡ് ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ടയൊക്കെ ഞാൻ വേവിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മുടെ ചപ്പാത്തി പരത്താനായിട്ട് നിന്നത്. ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ കല്യാണിക്കുട്ടി കൂടെ വരും. എന്തെങ്കിലുമൊക്കെ അവളും കൂടെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ചധികം സമയം എടുക്കും. എന്നാലും സാരമില്ല, അവൾക്ക് ഇതൊക്കെ കണ്ടുപഠിക്കുകയും എനിക്കും ഈ കൂട്ടായിട്ട് കൂടെ നിൽക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് അവളെ കൂടെ കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ചപ്പാത്തിയായിരുന്നു. നമ്മുടെ സാധാരണ ചപ്പാത്തിയെക്കാട്ടിലും നല്ല സോഫ്റ്റ് ആയിരുന്നു. അത്ര ടൈം എടുത്ത് നമുക്കത് കുഴയ്ക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കഴിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.